ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ ഒരു ഹെയർ ബോ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഹെയർ ബോ ഇതുപോലെ സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. അവരുടെ ഡ്രസ്സിങ്ങിന് മാച്ചായിട്ട് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ഡ്രസ്സിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ അതിലോട്ട് ഇതുപോലത്തെ മുത്തുകളുടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ഗിയർ വയറിൽ മുത്തുകൾ കോർത്തിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് ഞാൻ അതുപോലെ ഒരു 5 എണ്ണം നമ്മുടെ ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലത്തെ ഫോം ഫ്ലവർ 2 എണ്ണം അതും ഞാൻ ഈ ഹെയർ ബോയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സെൻട്രൽ വശത്തായിട്ട്. ഇതിലൊക്കെ ഓൾറെഡി ചെറിയ കമ്പികൾ വരുന്നത് കാരണം നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഫിറ്റ് ചെയ്തത് നമുക്ക് ലാസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി ഞാനിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോണത് കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ. അതും ഞാൻ ഈ അവരുടെ ഡ്രസ്സിൻ്റെ ക്ലോത്ത് വെച്ചുണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ചെറിയ ചെറിയ റോസ് പൂക്കൾ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഞാനിതിലോട്ട് സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് കോർത്തെടുക്കുകയാണ്. നന്നായി ടൈറ്റ് ചെയ്തിട്ട് കോർത്തെടുക്കുക. പിന്നെ ഞാൻ അതേ ക്ലോത്ത് വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അതുപോലെ അതും നമുക്ക് ഹെയർ ബോയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സൈഡും കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇതാ നമ്മൾ ഹെയർ ബോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെയർ ബോ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു 4 ഹെയർ ബോക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ബോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.